ഒറ്റയടിക്ക് 6 മാസത്തെ ഷെഡ്യൂൾ ഇടാൻ കഴിയൂ സക്കീർ ഭായിക്ക്? പക്ഷെ നമ്മുടെ ബൈജു സാറിന് കഴിയും അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന 6 മാസത്തെ നമ്മുടെ PSCയിലെ ഷെഡ്യൂളാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ വിജ്ഞാപനം ചെയ്ത തസ്തികകളുടെ പരീക്ഷയുടെ ഷെഡ്യൂള് കേരള PSC ഉടനെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുമോ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇവിടെ നമ്മുടെ PSC ചെയർമാൻ നിലവിൽ ഇതിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഷെഡ്യൂൾഡ് പോസ്റ്റ് അപ് ടു 31/12/2022 ഉണ്ടല്ലേ? അപ്പോൾ 2022 31 തീയതി എന്ന് വെച്ചാൽ നമ്മുടെ 2022 ലാസ്റ്റ് ഡേ, അതുവരെ നമ്മുടെ കേരള PSC പബ്ലിഷ് അല്ലെങ്കിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന എക്സാംസിന്റെ ഒരു പ്രീ ഷെഡ്യൂളാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഏതൊക്കെ തസ്തികകളാണ് നമ്മുടെ മെയ് ജൂലൈ മാസങ്ങളിൽ അങ്ങനെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇതൊരു 70 പേജുള്ള ഒരു PDF ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഏതൊക്കെയാണ് എക്സാംസ് എന്ന് നോക്കാം, ഏതൊക്കെയാണ് പരീക്ഷകൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏതൊക്കെ പരീക്ഷകളാണ്. 2017 തൊട്ടുള്ള നിങ്ങളുടെ കാണണം, 2017 നോട്ടിഫിക്കേഷൻ വന്ന പരീക്ഷ ഇതുവരെ നടത്തിയിട്ടില്ല. ആ പരീക്ഷ ഉൾപ്പെടെ 2022 വരെയുള്ള ഒരുപാട് പരീക്ഷകൾ ഇതിനകത്ത് വരുന്നുണ്ട്. 70 പേജുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും ഏതൊക്കെ തസ്തികയാണെന്ന് വായിച്ചു നോക്കാം. ആദ്യമായിട്ട് കാണാനായിട്ട് കഴിയുന്ന ഇവിടെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നെയിം ഓഫ് പോസ്റ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യത്തേത് സീനിയർ ലെക്ചറർ ഇൻ ഫാർമസി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് 2017 നോട്ടിഫിക്കേഷൻ വന്നതാണ്. അതുപോലെ തന്നെ 2019 സ്റ്റെനോഗ്രാഫർ, 2019 ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ, 2019 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ സോഷ്യൽ വർക്ക്, 2020 നമ്മുടെ ഡെന്റൽ ഹൈജീനിസ്റ്റ്, 21 ഡെന്റൽ ഹൈജീനിസ്റ്റ്, 22 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, 21 നമ്മുടെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, അതുപോലെ തന്നെ 21 തന്നെ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ മറ്റൊരെണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ ഹിന്ദി ടീച്ചറിൻ്റെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർവേയറിൻ്റെ ഒരു എക്സാമിനേഷൻ, ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറിൻ്റെ ഹിന്ദി ബൈ ട്രാൻസ്ഫർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രി ടീച്ചറിൻ്റെത്, അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിൻ്റെത്, കോബ്ലർ, അസിസ്റ്റന്റ് പ്രൊഫസർ, വിമൻ എക്സൈസ് ഓഫീസർ. കണ്ടല്ലോ 2022 വിമൻ എക്സൈസ് ഓഫീസറിൻ്റെ NCAയുടെ എക്സാം ബൈ ട്രാൻസ്ഫറിൻ്റെ ആണ് NCA എക്സാം, അസിസ്റ്റന്റ് സർജൻ. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒരു എക്സാമിനേഷൻ നടക്കുന്നുണ്ട് NCA മുസ്ലിംസിന്. ബീറ്റ് ഫോറസ്റ്റ് എക്സാം ഓഫീസറിന്റെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, ഇതെല്ലാം NCA മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ ആണ് ഈ താഴോട്ട് കാണുന്ന എല്ലാം. അതുപോലെ തന്നെ ഫീൽഡ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഫീൽഡ് ഓഫീസർ, അതുപോലെ തന്നെ ഡ്രസ്സർ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള NCA നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ടീച്ചറിന്റെ തന്നെ സർവേയർ ആൻഡ് ലാൻഡ് റെക്കോർഡ്സർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. വിമൻ എക്സൈസ് ഓഫീസറിന്റെ NCA മുസ്ലിമിന്റെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിലവിൽ കേരള PSC ഇപ്പോൾ പല ജില്ലകളുടേതായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവരുടെ നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് ഇൻ യൂണിവേഴ്സിറ്റീസ്. കണ്ടില്ലേ, യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയുടെ അസിസ്റ്റന്റിന്റെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ, നോൺ വൊക്കേഷണൽ ടീച്ചർ, നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, പല വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ NCA എക്സാം, അതുപോലെ തന്നെ നമ്മുടെ വേറെ എന്തുണ്ട്, ഇതെല്ലാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ NCA എക്സാം ആണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ജില്ലകളുടെ ആയിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ NCA എക്സാം ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോൺ വൊക്കേഷണൽ ടീച്ചറിൻ്റെത്, സ്റ്റാഫ് നഴ്സിൻ്റെത്, ഫുൾ ടൈം ജൂനിയർ ടീച്ചറിൻ്റെത്, അത് ഹിന്ദിയാണ്, പല ലാംഗ്വേജിലേക്കുള്ളത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റാഫ് നഴ്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഈ പറയുന്നതെല്ലാം അതിനകത്തുള്ള കാര്യങ്ങളാണ്. പിന്നെ റെപ്പറ്റീഷൻ വരുന്നതിന് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയുന്നതേ ഉള്ളൂ. ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ട് കേരള പബ്ലിക് പ്രോസിക്യൂട്ടർ സർവീസ്, കേരള സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സർവീസിന്റെ ദൂരം വന്നിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനറിന്റെ ഓപ്പൺ മാർക്കറ്റിലേക്കുള്ള എക്സാമിനേഷൻ 2022 വിളിച്ചത് ഇപ്പോൾ നടക്കും. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ KCP ഗ്രാജുവേറ്റ് ഇൻ, അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് മിനിസ്റ്റീരിയലിലേക്കുള്ള എക്സാമിനേഷൻ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി, അതുപോലെ തന്നെ ആംഡ് സബ് ഇൻസ്പെക്ടറിന് ഒരുപാട് എക്സാമിനേഷൻസ് ഇപ്രാവശ്യം നടക്കാനായിട്ട് പോകുന്നത്. ഇതൊക്കെ മെയ് മാസങ്ങളിലാണ് കേട്ടോ, മെയ് മാസം ആ സമയത്ത് നടക്കാൻ പോകുന്നതാണ്.
ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, സർവേയർ ഗ്രേഡ് 2, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അതുപോലെ തന്നെ നഴ്സ് ഗ്രേഡ് 2 ഒരുപാട് എക്സാമിനേഷൻസ് വരുന്നുണ്ട്. അതുപോലെ ഡെന്റൽ ഹൈജീനിസ്റ്റ്, ഓക്സിലറി നഴ്സ്, മിഡ് വൈഫ്, അങ്ങനെയുള്ള എക്സാമിനേഷനാണ് മെയ് മാസങ്ങളിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഏതൊക്കെ എക്സാമിനേഷൻസ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും. ട്രെയിനിങ് ഓഫീസർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ്, അഗ്രോണമിസ്റ്റ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനാട്ടമി, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഹോമിയോപ്പതി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ, അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ സീനിയർ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് ലീഗൽ മെട്രോളജിയിൽ കണ്ടോ, സീനിയർ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് ലീഗൽ മെട്രോളജിയിൽ എക്സാമിനേഷൻസ്. അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെത്, പിന്നെ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു തസ്തികയുണ്ട്, അതിൻ്റെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഡെപ്യൂട്ടി മാനേജറിൻ്റേത് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിക് ഹെൽത്ത് സർവീസിലേക്ക് വിളിച്ചിട്ടുണ്ട്. ട്രാക്ടർ ഡ്രൈവർ, ഡ്രാഫ്റ്റ്സ്മാൻ, LP സ്കൂൾ ടീച്ചർ, ലൈബ്രറിയൻ. കണ്ടില്ലേ, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന നമ്മുടെ ഓഗസ്റ്റ് വരെ വരുന്ന എക്സാമിനേഷൻസ് ആണ് ഇതെല്ലാം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടൊരു തസ്തിക വിളിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി എഞ്ചിനീയറിൻ്റെ വിളിച്ചിട്ടുണ്ട്. ഇന്റേണൽ ഓഡിറ്ററിൻ്റെ വിളിച്ചിട്ടുണ്ട്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെത് വിളിച്ചിട്ടുണ്ട്. ജൂനിയർ ഹൈഡ്രോളജിസ്റ്റ്, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഗ്രേഡ് ഓവർസിയർ, ട്രേഡ്സ്മാൻ മേസൺറി, സയന്റിഫിക് അസിസ്റ്റന്റ്, പിന്നെ എന്തുവാ സീനിയർ ഡ്രില്ലർ വിളിച്ചിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ, ഓവർസിയർ. ഇതിൻ്റെ എല്ലാം ഈ പറയുന്ന എക്സാമിനേഷൻ എല്ലാം നമ്മുടെ ഈ ഒരു 2023 നടക്കാൻ പോകുന്ന എക്സാമിനേഷനാണ്. നമ്മുടെ 6 മാസത്തിനകത്ത് നടത്താനായിട്ട് പോകുന്ന എക്സാമിനേഷനാണ്. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് തസ്തികൾ, ലൈബ്രറിയൻ, ബ്ലഡ് ബാങ്കിലേക്ക്, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ നിങ്ങൾക്കൂടെ കാണാനായിട്ട് കഴിയും. നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് എന്ന് പറഞ്ഞിട്ട് പല ജില്ലകളുടെ ഒരുപാട് ജില്ലകളുടേത് നമുക്കറിയാം. നമ്മുടെ ബറ്റാലിയൻസ് എല്ലാം വിളിച്ചിട്ടുണ്ട്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വേക്കൻസി അല്ല ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ള മലപ്പുറത്താണ്. നോൺ വൊക്കേഷണൽ ടീച്ചർ മാത്തമാറ്റിക്സ്, അസിസ്റ്റന്റ് സയന്റിസ്റ്റ്, വുമൺ പോലീസ് കണ്ടല്ലോ, വുമൺ പോലീസിന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാംഗ്വേജ് ടീച്ചറിൻ്റെ ഒരുപാട് ടീച്ചർ വേക്കൻസികൾ ഇപ്പം വരുന്നുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടേത് വരുന്നുണ്ട്. അതുപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ ഒരുപാട് LP സ്കൂൾ ടീച്ചർ, ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് തസ്തികൾ വരുന്നുണ്ട്. ലാംഗ്വേജ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് വേക്കൻസികളാണ് നമ്മുടെ LP സ്കൂളിലും UP സ്കൂളിലൊക്കെ ആയിട്ട് അപ്ലൈ നമ്മുടെ ഇപ്പോൾ നിലവിലെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പാർട്ട് ടൈം ടീച്ചർമാർ ഒരുപാടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന എക്സാമിനേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ജൂലൈ സെപ്റ്റംബർ എന്ന് പറയുന്ന ഈ ഒരു ടൈമിനകത്ത് പറയുന്നത് ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, അക്കൗണ്ട് സെയിൽസ്മാൻ, ഹൈസ്കൂൾ ടീച്ചർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചർ അറബിക്, അതുപോലെ തന്നെ സ്കിൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടൊരു തസ്തിക വന്നിട്ടുണ്ട്. സബ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. UP സ്കൂൾ ടീച്ചർ, മ്യൂസിക് ടീച്ചർ, ലെക്ചറർ, അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ്, അങ്ങനെ ഒരുപാട് തസ്തികയിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ എക്സാമിനേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ നിങ്ങളുടെ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ടീച്ചർ വേക്കൻസികൾ കൂടുതലാണ്. കണ്ടില്ലേ, ടീച്ചർ എക്സാമിനേഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ഫാർമസിസ്റ്റിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ഫാർമസിസ്റ്റിന്റെ ഒരുപാട് വരുന്നുണ്ട്. ഡ്രില്ലിംഗ് അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, സെക്യൂരിറ്റി ഓഫീസർ, സ്റ്റോർ കീപ്പർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജോഗ്രഫി, ഒക്കുപേഷൻ, അതുപോലെ തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ എക്സാമിനേഷൻ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ്. സെക്യൂരിറ്റി ഗാർഡ്, മെക്കാനിക്, ഫാർമസിസ്റ്റ് പോലുള്ള ഒരുപാട് എക്സാമിനേഷൻസ് നമ്മുടെ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. ലബോറട്ടറി അസിസ്റ്റന്റ്, സയന്റിഫിക് ഡ്രില്ലർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, മ്യൂസിക് ടീച്ചർ, അതുപോലെ കാർപ്പൻട്രി ഇൻസ്ട്രക്ടർ, സർജന്റ്, ഫാർമസിസ്റ്റ് പോലുള്ള എക്സാമിനേഷൻസ് ഒക്കെ ഈ ഒരു സമയത്താണ് നടക്കുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. കണ്ടില്ലേ, അടുത്ത സെപ്റ്റംബർ നവംബർ സമയത്താണെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ, ഫയർമാൻ എക്സാമിനേഷൻ കണ്ടോ. ഫയർമാൻ ഗ്രേഡ് 2 കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിലേക്കുള്ളത്. ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, ഡ്രാഫ്റ്റ്മാൻ, മെക്കാനിക്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ബോട്ട് ഡ്രൈവർ, LGSന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്. കണ്ടല്ലോ, ലാസ്റ്റ് ഗ്രേഡിന്റെ ഒരുപാട് എക്സാമിനേഷൻസ് വരാനായിട്ട് പോകുന്നത് നവംബർ സമയത്തിലാണ്. LGSന്റെ എക്സാം, LDയുടെ എക്സാം വന്നിട്ടുണ്ടായിരുന്നു. CPO, WCPO ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ലെക്ചറർ ഇൻ ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എക്സാമിനേഷൻ. വർക്ക് സൂപ്രണ്ടന്റ്, വാച്ച്മാൻ, LGSന്റേത്, LDCയുടേത്. അതുപോലെ തന്നെ ഒക്ടോബർ ഡിസംബർ സമയത്ത് മ്യൂസിയം അറ്റൻഡർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, സൂപ്പർവൈസർ, അസിസ്റ്റന്റ് ടെസ്റ്റർ, കുക്ക്, പിന്നെ കുക്കിൻ്റെ തന്നെ ഒരുപാട് വരുന്നുണ്ട്. ക്ലേ വർക്കർ, ബോട്ട് സെയിലിംഗ്, മെയിൽ വാർഡൻ,
അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്കുള്ള ഡ്രൈവർ, ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടൊരു കേരള പോലീസ് സർവീസിലേക്കുള്ള ഫോട്ടോഗ്രാഫറിൻ്റെ തസ്തിക, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ടെക്നീഷ്യൻ, മാട്രൺ, അങ്ങനെയുള്ള ഒരുപാട് തസ്തികകളാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് നമ്മുടെ വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് 14/2/2023 എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 6 മാസത്തെ ഈ ഒരു ഷെഡ്യൂൾ കേരള PSC റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു 6 മാസത്തെ ഷെഡ്യൂളൊക്കെ ഒരുമിച്ച് ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കൊരിക്കലും അതിനെ തള്ളിക്കളയാനായിട്ട് പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എക്സാമിനേഷൻസ് എല്ലാം വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻസ് ഉണ്ടാകും, റിസൾട്ടുകളും അതിനനുസരിച്ച് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും തുടർന്നും PSC ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിനുമായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ രാവിലെ കൺഫ്യൂസിങ് ഫാക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഇവിടെ അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ടാബും ഞാൻ കൊടുത്തേക്കും. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ആ വീഡിയോ കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.